ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഹഗ്സ് ആണ്. കെട്ടിപ്പിടുത്തം പല തരത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് ഒന്ന് സേഫ് ആൻഡ് സെക്യൂർ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കാനും പിന്നെ നമ്മളുടെ സ്നേഹം അവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ അവരെ കെട്ടിപ്പിടിക്കുന്നത്, അല്ലേ? എന്നാൽ നമ്മൾ ഡെയിലി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് കെട്ടിപ്പിടുത്തം, അതായത് ഏത് ടൈപ്പ് ഓഫ് ഹഗ്ഗാണ് നമ്മൾ അവരെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ? നമ്മളെല്ലാവരും ഡെയിലി ചെയ്യുന്നതാണ്, പക്ഷേ ഇത് ഏതൊക്കെയാണ്, ഇതിൻ്റെ പേരുകൾ എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് കെട്ടിപ്പിടുത്തം എന്ന് പറയുന്നത് ബിയർ ഹഗ്ഗാണ്. അതായത് അതൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഹഗ്ഗാണ്. അതായത് നല്ല മുറുക്കെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യുന്നതാണ് ഈ ഒരു ബിയർ ടൈപ്പ് ഹഗ് എന്ന് പറയുന്നത്. ആത്മാർത്ഥവും അവരുടെ ഫീലിങ്സുമാണ് ആ ഒരു രീതിയിലൂടെ അവർ കാണിക്കുന്നത്. മെയിനായിട്ട് ഇങ്ങനെ സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പേരൻസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാണ് ബിയർ ഹഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സൈഡ് ഹഗ്. അതൊരു ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ഹഗ്ഗാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഷോൾഡേഴ്സിൻ്റെ മുകളിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിക്കുന്നതാണ് ഈ ഒരു ടൈപ്പ് ഹഗ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് നമുക്ക് ഒരാളെ ഒന്ന് കെട്ടിപ്പിടിക്കണം, പക്ഷേ അവരുടെ ബോഡി ഫുള്ളായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് കെട്ടിപ്പിടിക്കാനും പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു ഹഗ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡറിലുള്ള ഒരാളെ കെട്ടിപ്പിടിക്കാൻ പോകുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അവരിങ്ങനെ ഫുള്ള് ക്ലോസ് ആയിട്ട് ഇങ്ങനെ കെട്ടി, അതായത് നമ്മൾ ബിയർ ഹഗ് എന്ന് പറയില്ലേ, അതേപോലെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ ഹഗ് ചെയ്യാനും പറ്റത്തില്ല. എങ്കിൽ അവരിന്ന് കെട്ടിപ്പിടിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു ട്രോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡൊക്കെ കിട്ടിയപ്പോഴത്തേക്കും നിങ്ങൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണതായിരിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഹഗ്ഗാണ് ഈ സൈഡ് ഹഗ് എന്ന് പറയുന്നത്. അവരുടെ ഷോൾഡറിലൂടെ ജസ്റ്റ് ഒന്ന് കൈ ഇട്ടിട്ട് ഒന്ന് ഹഗ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഹഗ്ഗാണ് ബാക്ക് ഹഗ് എന്ന് പറയുന്നത്. പുറകിലൂടെയുള്ളൊരു കെട്ടിപ്പിടുത്തം. അതിപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഒരു സർപ്രൈസ് ഹഗ് എന്നാണ് അതിനെ പറയുന്നത്. മെയിനായിട്ട് ഹസ്ബൻഡ് വൈഫിനെയും വൈഫ് ഹസ്ബൻഡിനെയാണ് ഈ ഒരു ടൈപ്പ് ഹഗ് ചെയ്യുന്നത്. വയറ്റിലൂടെ ആയിരിക്കും ഇങ്ങനെ പുറകിലൂടെ വന്നിട്ട് വയറ്റിലൂടെ പിടിച്ചിട്ടായിരിക്കും ഈ ഒരു ഹഗ് ചെയ്യുന്നത്. ക്ലോസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ് ഈ ഒരു ഹഗ്ഗിൽ ഏർപ്പെടുന്നത്. അതായത് ഇതിനൊരു ഇൻറ്റിമേറ്റ് ഹഗ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ഇനി നാലാമത്തെ ഹഗ്ഗാണ് ഐ ടു ഐ ഹഗ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിച്ച കപ്പിൾസൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കപ്പിൾസ് ചെയ്യുന്നതാണ് ഈ ഒരു ഐ ടു ഐ ഹഗ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് നിൽക്കുകയാണ്, രണ്ടുപേരോട് ചേർത്ത് നിന്നിട്ട് കണ്ണി നോക്കി നിന്ന് ഹഗ് ചെയ്യുന്ന ടൈപ്പ് ഹഗ്ഗിനെയാണ് ഈ ഒരു ഐ ടു ഐ ഹഗ് എന്ന് പറയുന്നത്. ഇനി ഇത് ചെയ്യുന്നത് അവരുടെ ലവ് അല്ലെങ്കിൽ റൊമാൻസ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടൈപ്പ് ഹഗ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ടൈപ്പ് ഹഗ്ഗുകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ബാക്കിയുള്ള വീഡിയോസിൽ നോക്കാവുന്നതാണ്. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.